ചീത്തകൾ കേൾക്കേണ്ടതും കേൾക്കാൻ പറ്റാത്തതും രണ്ടുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും ശിക്ഷണങ്ങളും ചിന്താർഹമായ പഠനാർഹമായ ചില ശിക്ഷാമുറകളൊക്കെ കുട്ടികൾക്ക് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഡോക്ടർ ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും, ചിലപ്പോൾ ചില സർജറി ചെയ്യും. ഒരു ചെറിയൊരു മുറി അത് പഴുത്ത് ജീർണിച്ച ചെറുതായിട്ടൊന്ന് സർജറി ചെയ്താൽ അത് പൂർണ്ണമായും ഉണങ്ങും, ശരിയാകും. പക്ഷേ അതിന് വിസമ്മതിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും. എന്ന പോലെ മാതാപിതാക്കളുടെ ശിക്ഷണങ്ങളും അവരുടെ ചീത്ത പറച്ചിലൊക്കെ കേട്ട് ഒളിച്ചോടി ചാടിപ്പോയാൽ പിന്നെ രണ്ട് ശിക്ഷാമുറകൾ നിങ്ങൾ നിർബന്ധിതരായി മാറും. ഒന്ന്, നിയമപാലകർ നിങ്ങളെ തീർച്ചയായും പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങളെ ഗുരുതരമായ ശിക്ഷയായിരിക്കും അവർ ലോക്കപ്പിലും മറ്റൊക്കെ നടത്തലുണ്ടാകുക. മറ്റു ചിലപ്പോൾ പൊതുജനങ്ങൾ പൊതിരെ തല്ലും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ചെറുപ്പകാലങ്ങൾ കുട്ടികളിൽ മാതാപിതാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ശിക്ഷാമുറകൾ കേൾക്കുന്നത് ഉൾക്കൊള്ളുന്നത് നന്നാണ്. പക്ഷേ മാതാപിതാക്കളും നന്നായി ശ്രദ്ധിക്കണം. വെറുതെ അവരെ ശകാരിക്കരുത്, വെറുതെ അവരെ ശിക്ഷിക്കരുത്. ശിക്ഷകൾ വേദനിപ്പിച്ച് പരിക്കേൽപ്പിക്കരുത്. അവരെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലാവണം.